അള്ളാഹുവിനെ ഒരു മനുഷ്യൻ ഓർത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ ഒരു മനുഷ്യൻ ഒരു വിഷയത്തിന് മുൻകരുതലാക്കി വച്ചാൽ കാവൽ ലഭിക്കുമെന്ന് ഉറപ്പാണ്, വിഷയങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. അതിനൊരു സംശയവും ഒരു സന്ദേഹവും വേണ്ട. അതുകൊണ്ട് പഴയകാലത്ത് ചൊല്ലുന്ന ദിക്റുകൾ ഒന്നും മാറിപ്പോകരുത്. ഒരു കള്ളനും വീട്ടിലേക്ക് വന്ന് കയറാതിരിക്കാൻ ഏറ്റവും വലുത് CCTVയെക്കാളും വലുത്. CCTV ഉണ്ടാക്കുന്നത് മനുഷ്യനല്ലേ, കേടുവരുത്താനുള്ള കഴിവും മനുഷ്യനില്ലേ? പലയിടത്തും കേടുവരുത്തിയ രൂപങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? CCTV ഉണ്ടായാലും ഇല്ലെങ്കിലും വലിയ കാവൽ ഏതാണ്? നിന്റെ വാതില് നീ അടക്കണം. ബിസ്മില്ലാഹി ചൊല്ലിക്കൊണ്ട് നീ അങ്ങ് പൂട്ടുവെക്കണം. അതേ, നിന്റെ പാത്രങ്ങൾ നീ മൂടി വെക്കണം. വദ്കുരിസ്മല്ലാഹി അലൈഹി, എപ്പോഴും ചൊല്ലണം ബിസ്മില്ലാഹി. നിന്റെ വീട്ടിലുള്ള വസ്തുക്കൾ ഓരോന്നും മറയാക്കി വെക്കുമ്പോ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളപ്പാത്രത്തിന്റെ മേലെ, ഭക്ഷണപാത്രത്തിന്റെ മേലെ മൂടി വെക്കാൻ അതിന് മൂടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരക്കഷ്ണം അതിന്റെ വിലങ്ങിനിങ്ങനെ വെക്കണം. പഴയകാലത്ത് ഉമ്മമാര് പറയാറില്ലേ, ആ വെള്ളക്കുടുക്കയുടെ മുകളിലേക്ക് ആ പലക എടുത്ത് വെക്കണം, ആ മുട്ടിയെടുത്ത് വെക്കണമെന്ന് മക്കളോട് പറയാറില്ലേ? ഈ മുട്ടിയെടുത്ത് മേലെ മറയാക്കി വെക്കുമ്പോഴും ചൊല്ലണം ബിസ്മില്ലാ. വിരിപ്പിലേക്ക് നീ കിടക്കാൻ, നിന്റെ ശരീരം വെക്കാൻ ഉദ്ദേശിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത്ര വലിയ കാവല് വേറെ ഇല്ല. നേരം വെളുത്ത് നീ വാതിൽ തുറക്കാൻ പോകാൻ, വാതിൽ തുറക്കുമ്പോഴും ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദിക്ർ നിസാരമായി കാണരുത്. ഏറ്റവും വലിയ കാവലും ഏറ്റവും വലിയ സംരക്ഷണവും ഏറ്റവും വലിയ സഹായവും അതിലൂടെയാണ് ഉണ്ടാകുന്നത്. വീട്ടുകാരെ സമീപിക്കുന്ന ഭർത്താക്കന്മാര്, അതേ സ്വന്തം ഭാര്യയെ സമീപിക്കുന്ന ഭർത്താവ് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി സമീപിക്കുമ്പോ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന ഫീമാ റസഖ്തനാ എന്ന് ചൊല്ലിക്കൊണ്ട് വേണം സംസർഗത്തിൽ ഏർപ്പെടേണ്ടത്. എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്? ഫഇൻ ഖുദിയ ബൈനഹുമാ വലദുൻ, അവരുടെ ആ ബന്ധത്തിൽ ഒരു കുട്ടിയെ അല്ലാഹു കൊടുക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ലം യളുറഹു ശൈത്വാനു അബദാ. അല്ലാഹുവിന്റെ മേൽവിലാസത്തിലല്ലേ, ബന്ധം പുലർത്തുന്ന സമയത്ത് ദിക്ർ ചൊല്ലിയിട്ടല്ലേ ബന്ധം പുലർത്തിയത്? അല്ലാഹുവിനോടല്ലേ ദുആ ചെയ്തത്? അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ, അല്ലാഹുവേ ഞങ്ങൾ ബന്ധപ്പെടാൻ പോവുകയാണ്, ശൈത്താനിനെ നീ ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണം. മലക്കുകൾ പുറത്ത് കാവലിനായി നിൽക്കുമ്പോ ശൈത്താന്റെ സാമീപ്യം അവിടെ കൂടുതലാകും. ശൈത്താനെ നീ അകറ്റി നിർത്തണം. വജന്നിബിശ് ശൈത്താന ഫീമാ റസഖ്തനാ, ഞങ്ങൾക്ക് നൽകുന്നതിലും പിശാചിന്റെ ശല്യം ഒഴിവാക്കി തരണം. കേടാകുന്ന കുട്ടിയാകരുത്, ദുർബുദ്ധിയുള്ള കുട്ടിയാകരുത്, ദുരാചാരം ചെയ്യുന്ന മക്കളാകരുത്, ഉപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിനും എതിരായി പ്രവർത്തിക്കുന്നവനാകരുത്, നാശം പിടിച്ച കുട്ടിയാകരുത്. നല്ല കുട്ടിയെ അള്ളാഹു നൽകുന്നതിനും അള്ളാഹുവിന്റെ ദിക്ർ മേൽ വിലാസമാണ്. ഖുർആൻ പഠിപ്പിച്ചില്ലേ അതിന്റെ പരിശുദ്ധി? അതേ, കാലങ്ങളോളം മക്കളില്ലാതെ വിഷമിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ അതേ അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ എൻ്റെ വയറ്റിൽ ഇതാ ഗർഭാവസ്ഥ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിന്റെ മാർഗത്തിൽ ബൈത്തുൽ മഖ്ദിസിന് ഒരു ഖാദിമാക്കി ഞാൻ നേർച്ചയാക്കി. അല്ലാഹ് പ്രസവിക്കാൻ സമയമെടുത്തപ്പോൾ മഹദി ചൊല്ലിയതെന്താണ്? വഇന്നീ ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. എന്തൊരു മഹത്വമാണ് ആ ദിക്റിന് കിട്ടിയത്! ചെറിയ മഹത്വമാണോ? അല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതൊരു കുട്ടി ജനിക്കുമ്പോഴും ആദ്യമായ ആ കുട്ടി ഒരു കരച്ചിൽ കരയുന്നത്, ആ കുട്ടിയുടെ രണ്ട് ഭാഗങ്ങളിലും ശൈത്താന് വന്നിട്ടൊരു ഞെക്കല് ഞെക്കുന്നുണ്ട്. വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും ശൈത്താനിന്റെ ഒരു സ്പർശനം വരുന്നുണ്ട്. അപ്പോഴാണ് സഹോദരങ്ങളെ കുട്ടികൾക്ക് കരച്ചിൽ വരുന്നത്. അതേ, എല്ലാ ജനിക്കുന്ന കുട്ടികൾക്കും അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇല്ലാ മറിയമ വബ്നഹാ,
മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒഴികെ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പുത്രൻ മസീഹ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമും ഒഴികെ എന്താണ് ഈസാ നബിക്ക് വരെ കാവലായി വന്നത്? ഈസാ നബിന്റെ വല്യമ്മയാണ് ഹന്നത്ത് ബീവി. ആ ഹന്നത്ത് ബീവിക്ക് കുട്ടി ജനിക്കാറായ സമയത്ത് കുട്ടി അങ്ങ് പ്രസവിച്ച ഉടനെ തന്നെ മഹദി ചൊല്ലിപ്പോയി, വഇന്നീ ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ സന്താന പരമ്പരകളെയും മിനശ്ശൈത്വാനിർ റജീം, അഭിശപ്തനായ പിശാചിന്റെ ഷർറിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ചോദിച്ചത് ആർക്ക് വേണ്ടിയാ? മറിയം ബീവിക്ക് വേണ്ടിയാ. പക്ഷെ കിട്ടിയത് മറിയം ബീവിക്ക് മാത്രല്ല, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. സഹോദരന്മാരെ, ആ ചോദ്യത്തിലുണ്ട് അതിന്റെ ഉത്തരം. ഈ കുട്ടിക്ക് മാത്രമല്ല, വദുർരിയതഹാ, ഈ കുട്ടിന്റെ സന്താന പരമ്പരകൾക്ക്. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ അന്ന് ചോദിച്ചു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നൽകുന്നത്. ഈസാ നബി അലൈഹിസ്സലാം ജനിക്കുന്ന സമയത്തും മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ച സമയത്തും പിശാച് വന്ന് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിശാചിന്റെ കുത്ത് അങ്ങോട്ട് ഏറ്റില്ല. ആ കുത്ത് എവിടെയാണ് കൊണ്ടുവന്നത്? എവിടെയാണ് പോയി തട്ടിയത്? കുട്ടിക്ക് മേലെ സാധാരണ ഒരു മറുപോലത്തെ ഒരു മറയുണ്ടാകും, സാധാരണ മക്കളെ മേലിലൊക്കെ ഉണ്ടാകും. അതിന്റെ മേലിലാണ് ശൈത്താന്റെ സ്പർശനമേറ്റത്. ശരീരത്തിൽ സ്പർശിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ശരീരത്തിൽ സ്പർശിക്കാൻ കഴിഞ്ഞില്ല? ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയത് ഇക്റാണ്. ഹന്നത്ത് ബീവി ചൊല്ലിയത് മറിയം ബീവിക്ക് വേണ്ടിയാണെങ്കിലും ഈസാ നബി അലൈഹിസ്സലാമിനും അതിന്റെ ഫലം കിട്ടി. അതവിടെ തീരുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങോട്ട് പോകുന്നുണ്ട്? ഇനി സഹോദരന്മാരെ, അവസാന നാളിൽ ഈസാ നബി അലൈഹിസ്സലാം വരും. ഈസാ നബി അലൈഹിസ്സലാം ഉയർത്തപ്പെടുന്ന സമയത്ത് മഹാനവറുകൾ അവിവാഹിതനാണ്. ഈസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിൽ നിന്ന് കല്യാണം കഴിക്കും. ഈസാ നബി അലൈഹിസ്സലാമിന് മക്കൾ ജനിക്കും. ആ മക്കൾക്കുമുണ്ട് നൂറ്റാണ്ടുകൾക്കപ്പുറം ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിവെച്ച ദിക്റിന്റെ കാവല്. ഒരൊറ്റ ദിക്റിന്റെ കാവൽ നീണ്ടുപോകുന്നത് എത്ര ദൂരത്തേക്കാണ്! അന്ന് ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയത് സ്വന്തം മകൾക്ക് വേണ്ടി മാത്രമല്ല, പേരമക്കൾക്കടക്കമാണ്. പിശാചിന്റെ ബാധയില്ലാതെ, അപസ്മാര രോഗമോ മറ്റു ഷർറുകളോ ഒന്നും ഏൽക്കാതെ നല്ല പരിശുദ്ധിയിലല്ലേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ജനിച്ചു വളർന്നത്. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാം ആ വലിയ പരിശുദ്ധി പ്രസവിച്ച ഒന്നാമത്തെ ദിവസത്തിൽ തന്നെ വെളിവാക്കിയത്. ശത്രുക്കൾ വന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടാരം പൊളിച്ചു കളഞ്ഞു. ബത്ലഹേമിന്റെ മുകളിൽ, ബത്ലഹേം എന്ന് പറയുന്ന കുന്നിൻ മേലെയല്ലേ മറിയം ബീവി റളിയല്ലാഹു അൻഹ താമസിച്ചിരുന്നത്. അവര് വന്നിട്ട് ശാപവാക്കുകളൊക്കെ പറഞ്ഞു. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. ഓ ഹാറൂനിന്റെ പെങ്ങളെ, നിന്റെ സഹോദരൻ നല്ല ആളായിരുന്നല്ലോ, നിന്റെ ബാപ്പ നല്ല ആളായിരുന്നല്ലോ, നിന്റെ ഉമ്മ വേശ്യക്കാരിയല്ലല്ലോ, അവരൊന്നും മോശപ്പെട്ടവരല്ലല്ലോ. പിന്നെ നിനക്കെവിടുന്ന് ഈ സ്വഭാവം കിട്ടി? ആരാണ് ഈ കുട്ടിക്ക് ജന്മം നൽകിയത്? ഈ കുട്ടിയുടെ പിതാവാരാണ്? എവിടുന്നാണ് ഈ കുട്ടിയെ ഒപ്പിച്ചത്? ധാരാളം വിഷമിക്കുന്ന വർത്തമാനങ്ങൾ അവർ പറഞ്ഞപ്പോഴും മറിയം ബീവി റളിയല്ലാഹു അൻഹ മൗനം പാലിച്ച് ഒരു മറുപടിയും പറയാതെ, ഇന്നി നദർതു ലിർറഹ്മാനി സൂമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ, ഞാൻ അല്ലാഹുവിന് വേണ്ടി മൗനം നേർച്ചയാക്കിയിട്ടുണ്ട്. ഒരാളോടും മറുപടി പറയാനോ സംസാരിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മഹദി തീർത്ത് പറഞ്ഞിട്ടും പ്രതിഷേധക്കാരായ ആളുകൾ പിരിഞ്ഞു പോകാതെ വീണ്ടും ശബ്ദകോശങ്ങൾ ഉണ്ടാക്കിയപ്പോ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. ആ കുട്ടിയോട് ചോദിച്ചോളൂ, നിങ്ങളെ സംശയങ്ങളൊക്കെ തീരുമെന്ന് അർത്ഥത്തിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോ ഒന്നുകൂടി ഊക്കിലവര് പറഞ്ഞില്ലേ, നീ എന്താ വിവരക്കേടാണോ പറയുന്നത്?
എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിനോട് ഞങ്ങൾ എന്ത് സംസാരിക്കാനാണ്, ഞങ്ങൾ എന്ത് ചോദിക്കാനാണ്, അതിന് മറുപടി പറയാൻ സംസാരപ്രായമെത്തണ്ടേ എന്നവര് സന്ദേഹം പറയുമ്പോഴാണ് തൊട്ടിലിൽ കിടന്നിട്ട് മറുപടി കൊടുത്തത്. ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനീ നബിയ്യാ വജഅലനീ മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. നീണ്ട മറുപടിയല്ലേ തൊട്ടിലിൽ വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം അവർക്ക് നൽകിയത്. നിങ്ങൾ കരുതും പോലെ ഞാനൊരു ജാരസന്താനമല്ല. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. പലരും വാദിക്കുന്നത് പോലെ ഞാൻ ദൈവത്തിന്റെ സങ്കല്പമോ ദൈവത്തിന്റെ പ്രതിരൂപമോ ദൈവത്തിന്റെ സങ്കീർത്തനമോ ഒന്നും അല്ല. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ വജഅലനീ നബിയ്യാ, എനിക്ക് അല്ലാഹു തആല വേദഗ്രന്ഥം തന്നിട്ടുണ്ട്, എന്നെ നബിയാക്കി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ദിക്ർ കൊണ്ട് കിട്ടുന്ന വലിയ മഹത്വം നോക്ക് നിങ്ങൾ. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയ ദിക്ർ, ഉമ്മമാരെ ആ ദിക്ർ നിങ്ങൾ ചൊല്ലണം. കാരണം പലയിടത്തും പ്രസവ സ്ഥലത്തേക്ക് ആണുങ്ങൾക്ക് പ്രവേശനം ലഭിക്കൂല. അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങ് ചൊല്ലിയേക്കണം ദിക്ർ. കുട്ടി പുറത്തു വന്നാൽ ഉടനെ ചൊല്ലിയേക്കണം, മാറ്റാനൊന്നുമില്ല. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒക്കെ ചൊല്ലേണ്ട ഒന്ന് തന്നെയാണ്. വൈന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഉടനെ തന്നെ വാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്ത് പിന്നെ ഉടനെ ചൊല്ലേണ്ട ദിക്റാണ് വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഉടനെ എന്ന് പറയുന്നത് നേരം വൈകിപ്പിക്കരുത്. മറ്റു സംസാരങ്ങളും ശബ്ദകോശങ്ങളൊക്കെ കേൾക്കുന്നതിന്റെ മുമ്പ് എന്നാണ് ഉടനെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ പ്രസവം എടുക്കുന്ന സഹോദരിമാരുണ്ടായിരുന്നു. അവര് ചെയ്യുന്ന ഉടനെയാണ് ഉടനെ. കുട്ടി എങ്ങോട്ട് കയ്യിലേക്ക് കിട്ടിയാൽ പിന്നെ പറയുന്ന വാക്ക് കൊടുക്ക് വാങ്ങുന്നതാണ്. ഉടനെ ആദ്യം കുട്ടി കേൾക്കുന്നത് വാങ്ങൊടുക്കാൻ വേണ്ടി പറയുന്ന ശബ്ദമാണ്. പിന്നെ വാങ്ങും, പിന്നെ ഇഖാമത്തും, പിന്നെ ദിക്റുമാണ് കേൾക്കുന്നത്. അതേ മറ്റു സംസാരങ്ങളൊക്കെ കേട്ടിട്ടല്ല വേണ്ടത്. ഉടനെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് ദിക്ർ ചൊല്ലിയാൽ അതിന് വലിയ ഫലം ഉണ്ട്. ആ ഫലം ഉണ്ട് എന്ന് പറയുന്നത് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെയാണ്. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ ദിക്ർ ഫലിച്ചില്ലേ? മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മാത്രമല്ല, ഈസാ നബി അലൈഹിസ്സലാമിന് മാത്രമല്ല. പിശാചിന്റെ സ്പർശനമില്ലാത്ത ജനനം, ആ ജനനത്തിന് എന്തൊരു ബഹുമാനമുണ്ട്. ഇത് പറയുമ്പോ നിങ്ങൾ ചോദിക്കും, അപ്പൊ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച് മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ശൈത്താന് കഥ അറിയുന്നത്? എപ്പോഴാണ് അവൻ അറിഞ്ഞത്? സാധാരണ അവനൊരു സ്വഭാവം ഉണ്ട്. സൂര്യൻ ഒന്ന് ഉദിച്ച് മേൽപോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അതേ ശൈത്താൻ അവന്റെ കൂട്ടാളികളോട് പറയും, അവന്റെ അനുയായികളോട് പറയും, നിങ്ങളൊന്ന് മേൽഭാഗത്തേക്ക് കയറി നോക്കൂ. മലക്കുകൾ അന്യോന്യം സംസാരിക്കുന്ന സംസാരം കേട്ടിട്ട് അതൊന്ന് പകർത്തിക്കൊണ്ടുവരൂ എന്ന് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിലും അവന്റെ അനുയായികളോട് അവൻ പറഞ്ഞു, മേൽപോട്ടൊന്ന് കയറാൻ. ഒന്നാനാകാശത്തോളം ഒന്ന് കയറിയിട്ട് അവിടെ സംസാരിക്കുന്ന മലക്കുകളുടെ സംസാരം ഒന്ന് കട്ടുകേട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മലക്കുകളെ അവന്റെ ആളുകളെ പറഞ്ഞയച്ചു. കുറഞ്ഞ നേരം കഴിഞ്ഞ് ഇബ്ലീസിന്റെ സൈന്യം അവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മേൽപോട്ട് കയറാൻ പറ്റുന്നില്ല, അങ്ങോട്ടുള്ള വാതിലുകളൊക്കെ കൊട്ടിയടക്കപ്പെട്ടു എന്നാ തോന്നുന്നത്. എങ്ങനെ മനസ്സിലായി? ഞങ്ങളെ ശരീരമൊക്കെ കണ്ടില്ലേ കത്തിക്കരിഞ്ഞിരിക്കുന്നത്? ഉൽക്കവർഷം ഉണ്ടായിട്ടുണ്ട്, ചെങ്കോല് കൊണ്ട് ഏറ് ലഭിച്ചിട്ടുണ്ട്, തലക്ക് ഏറ് കിട്ടിയവരുണ്ട്, പെരടിക്ക് ഏറ് കിട്ടിയവരുണ്ട്, ശരീരം ആ സകലം മുറിവേറ്റവരുണ്ട്, കരിഞ്ഞവരുണ്ട്, പൊള്ളിയവരുണ്ട്. ഇതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ്, വലിയൊരു ഹദീസിന്റെ ഭാഗമാണ് നമ്മളൊക്കെ സാധാരണ മൻഖൂസ് മൗലിദിൽ ഓതാറുള്ളത്. വറുമിയത്തിശയാത്തീനു മിനസ്സമായി
ബിശ്ശുഹുബിസ്സവാഖിബി, പ്രകാശിക്കുന്ന ചെങ്കോലുകൾ കൊണ്ട് പിശാചുക്കൾക്ക് ഏറ് കൊടുക്കപ്പെട്ടു എന്ന്. അല്ല, ഏറ് കിട്ടിയിട്ട് കയറാൻ സാധിക്കാതെ തിരിച്ചു വന്നിട്ട് ഇബിലീസിനോട് പരാതിപ്പെടുമ്പോ ഇബിലീസ് പറഞ്ഞെങ്കിൽ ഇന്ന് ഭൂമിയിൽ എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് അന്വേഷിക്കൂ, ഒന്ന് തെരഞ്ഞു നോക്കൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. അന്വേഷണത്തിൽ അവസാനം അവർ കണ്ടെത്തി അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം ഇന്ന് വലിയ സന്തോഷത്തിലാണ്. തിരിച്ചു വന്നിട്ട് നേതാവിനോട് പറഞ്ഞു, നേതാവേ, ശരിയാണ്, ഇന്ന് മക്കയില് തുല്യതയില്ലാത്ത ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. അതേ, അബ്ദുൽ മുത്തലിബ് വലിയ സന്തോഷത്തിലാണ്, കുടുംബം വലിയ സന്തോഷത്തിലാണ്, ഒരുപാട് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല. കൂട്ടാളികൾ വന്നത് പറഞ്ഞപ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായി റന്ന ഇബ്ലീസു റന്നതൻ വാഹിദ, ഇബ്ലീസ് അലറിക്കരഞ്ഞു. ഇബ്ലീസ് പലപ്പോഴും അലറിക്കരഞ്ഞിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ അലർച്ചയുള്ള കരച്ചിലാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തോടെ മേൽഭാഗത്തേക്കുള്ളവന്റെ സ്വാധീനം നഷ്ടമായല്ലോ. അപ്പോഴാണ് അവൻ പറഞ്ഞത്, എങ്കിൽ ഭൂമിയിൽ നമുക്ക് സ്വാധീനം കുറഞ്ഞു പോകും. സ്വാധീനിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഉള്ള ഉമ്മതാണ് ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസിനെ സ്വാധീനിക്കാൻ കഴിയാത്ത ഒരുപാട് ഔലിയാക്കളല്ലേ ഈ ഉമ്മത്തിലുള്ളത്, മഹാന്മാരല്ലേ, മഹതിമാരല്ലേ ഉള്ളത്. കൂട്ടത്തിൽപ്പെട്ട മഹാനല്ലേ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇബ്ലീസ് മഹാനവരെ സ്വാധീനിക്കാൻ നോക്കിയത് നല്ല വിശപ്പ് സഹിക്കാൻ കഴിയാത്ത വിശപ്പോടെ നടന്ന് നീങ്ങുമ്പോ ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് കരുതിയിട്ട് നല്ല തണൽ വൃക്ഷം കണ്ടപ്പോ അതിന്റെ ചുവട്ടിലൊന്ന് ഇരുന്ന് വിശ്രമിച്ചു. ചെറിയ നിലക്ക് നല്ല കാറ്റ് വന്നപ്പോ ഒന്ന് കണ്ണുമാളി മഹാനവകൾ ഒന്ന് ഉറക്കിലേക്ക് ചാഞ്ഞുപോയി. അപ്പോഴാണ് ഒരു വിളി കേൾക്കുന്നത്, യാ അബ്ദുൽ ഖാദിർ. ഒരൊറ്റ വിളി കേട്ടപ്പോ കണ്ണു തുറന്നു. മേൽഭാഗത്തേക്ക് നോക്കുമ്പോ നല്ലൊരു പ്രകാശം, ഒരു വെളിച്ചമാണ് കാണുന്നത്. ആ വെളിച്ചം തായോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു. നോക്കുമ്പോൾ നല്ലൊരു സുപ്രയാണ്, വിഭവസമൃദ്ധമായ ഭക്ഷ്യവസ്തുക്കളാണ്, പാനീയങ്ങളാണ്. പക്ഷേ സ്വർണ്ണ പാത്രത്തിലാണ്, വെള്ളിക്കോപ്പയിലാണ്, എല്ലാം നിറഞ്ഞ് സുഭിക്ഷമായ രീതിയിലാണ് തായോട്ട് വരുന്നത്. തായോട്ട് ഇങ്ങനെ ഇറങ്ങി കാണാവുന്ന രൂപത്തിലെത്തിയപ്പോ ഭാഗത്തുനിന്നൊരു നിർദ്ദേശം കൂടി വന്നു, അഹ്ലൽതുക മാ ഹറംതു അലൈക്. നിങ്ങൾക്ക് നേരത്തെ ഹറാമാക്കിയിരുന്ന കാര്യം ഞാൻ ഹലാലാക്കി തന്നു. സ്വർണപാത്രത്തിൽ ഭക്ഷിക്കാൻ പാടില്ലല്ലോ, വെള്ളിക്കോപ്പയിൽ കുടിക്കാൻ പാടില്ലല്ലോ. വിശപ്പ് സഹിച്ച് കഴിയുന്ന അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനോടാണ് ഈ ആക്രോശം നടത്തുന്നത്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കാലൊന്ന് പൊക്കിപ്പിടിച്ച് ആ തടികക്ക് നേരെ ഉയർത്തിയിട്ട് ഒരൊറ്റ തട്ട് കൊടുത്തു. തട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇഖ്സഇയാ ലഈൻ, ശപിക്കപ്പെട്ടവനെ മിണ്ടാതെ പോടാ. ഒരൊറ്റ പറച്ചില്, ഒരൊറ്റ തട്ടങ്ങ് കൊടുത്തപ്പോ ശൈഖ് അവർകൾ പറഞ്ഞു, ആ വെളിച്ചമായി വന്നിരുന്നത് ഒരു കരിമ്പുകയായി മേൽപോട്ടുയർന്നു. ഇത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ദർസിലുള്ള ശിഷ്യന്മാര് പറഞ്ഞു, ഉസ്താദേ, എങ്ങനെയാണ് നിങ്ങൾക്കതിന് കഴിഞ്ഞത്? കാരണം ഒരുപാട് ദിവസം ഇങ്ങനെ നിങ്ങൾ നടക്കുമ്പോ, സുഖത്തിലായി നടക്കുമ്പോ ഭക്ഷണം കിട്ടിയിട്ട് നാളുകൾ ഏറെയായില്ലേ? അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാല്, മറ്റുള്ളവർക്ക് ഹലാലല്ലാത്ത രൂപത്തിലുള്ളത് കിട്ടിയാലും ജീവൻ നിലനിൽക്കാൻ വേണ്ടി അതൊക്കെ ഭക്ഷിക്കൽ ഹലാലായ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളും പാനീയങ്ങളും കണ്ടിട്ട് എങ്ങനെ തിരിച്ച് കാലുകൊണ്ട് പൊക്കിയിട്ട് അതിനെ തട്ടി മാറ്റാൻ കഴിഞ്ഞു? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ, അവന്റെ വർത്തമാനം കേട്ടപ്പോ, അവൻ വന്നപ്പോ പറഞ്ഞ വാക്കെന്താണ്? അഹ്ലൽതുക മാ ഹറംതു അലൈക്, നിങ്ങൾക്ക് ഞാൻ ഹറാമാക്കിയത് ഞാൻ നിങ്ങൾക്ക് ഹലാലാക്കി തന്നു എന്നല്ലേ? ഹലാലും ഹറാമും നിയമം അറിയേണ്ടത് എനിക്കല്ല, അതെന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലേ നിയമ ഭേദഗതി വരേണ്ടത്. ഞാൻ നിയമ ഭേദഗതിക്കാരനായ ആളല്ലല്ലോ, ഞാൻ അവിടുത്തെ പിൻപറ്റി ജീവിക്കുന്ന ആളല്ലേ. അവിടുത്തേക്ക് ഹറാമായത് എനിക്കും ഹറാമാണ്, അവിടുത്തേക്ക് ഹലാലായത് എനിക്കും ഹലാലാണ്. ലികുല്ലി വലിൻ ലഹു ഖദമുൻ വ ഇന്നി അലാ ഖദമിൻ നബി ബദിൽ കമാലി. ശിഷ്യന്മാർ
ഷെയ്ത്താൻ ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ അങ്ങനെ തട്ടിത്തെറിപ്പിച്ചപ്പോ എന്തെങ്കിലും ഷെയ്ത്താൻ നിങ്ങളോട് പ്രതികരിച്ചോ? ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞവൻ എന്നോട് പറഞ്ഞു, ഓ ശൈഖ് അവർകളെ, നിങ്ങൾ വല്ലാത്ത മനുഷ്യൻ തന്നെ. എന്താന്ന് ചോദിച്ചപ്പോ ശൈത്താൻ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളെപ്പോലെ പർണശാലയിൽ ഇരിക്കുന്ന 69 ആളുകളെ പിഴപ്പിച്ചാണ് ഞാൻ വരുന്നത്. നിങ്ങളെപ്പോലെ ഇബാദത്തിലായി കഴിയുന്ന, ദിക്റിലായി കഴിയുന്ന, നിസ്കാരത്തിലും ദുആയിലുമായി കഴിയുന്ന 69 ആളുകളെ പിഴപ്പിച്ചാണ് ഞാൻ വരുന്നത്. നിങ്ങളെ വഴിതെറ്റിക്കാൻ എനിക്കിനൊരു മാർഗവും ഇല്ല. അതല്ലേ ശൈത്താനിനോട് അല്ലാഹു പറഞ്ഞത്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. എന്റെ അടിമകളുണ്ട്, അവരെ സ്വാധീനിക്കാൻ നിനക്ക് കഴിയൂല. അവർ നിന്റെ വലയത്തിൽ പെടൂല, നിന്റെ ഫിത്നയിൽ അകപ്പെടൂല. ഏത് അടവ് ഉപയോഗിച്ചവരെ നീ വശത്താക്കാൻ നോക്കിയാലും നിന്നെ അവര് തട്ടിത്തെറിപ്പിക്കും, ജനങ്ങളെ പേപ്പിക്കുമെന്ന് പറഞ്ഞപ്പോഴും ശൈത്താന് നേരത്തെ അല്ലാഹുവോട് സത്യം ചെയ്ത് പറഞ്ഞില്ലേ, ലൗദിയന്നഹും അജ്മഈൻ, ആദം സന്തതികളെ മുഴുവനും ഞാൻ വഴിതെറ്റിക്കും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, അവരിൽ നിന്ന് നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ അടിമകളെ ഒഴികെ അവരെ എനിക്ക് കിട്ടൂല. ഞാൻ എത്ര പിന്നാലെ കറങ്ങി നോക്കിയാലും എനിക്ക് കിട്ടൂല. ഞാൻ എത്ര വട്ടം കൂടി നോക്കിയാലും അവരെനിക്ക് കിട്ടൂല. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ എത്ര പേരുണ്ട് സഹോദരന്മാരെ, ശൈത്താന് തൊടാൻ കഴിയാത്തവര്. കണ്ടില്ലേ നിങ്ങൾ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസ്. അൽഖമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഷാമിലേക്ക് ചെന്നു. ഷാം സന്ദർശിക്കാൻ വേണ്ടി ചെന്നതാണ്. ഷാമിലേക്ക് ചെന്നപ്പോ ആ ഷാമിൽ എന്നെ കാണാൻ വേണ്ടി ആദ്യം വന്നത് അബൂദർദാ റളിയല്ലാഹു അൻഹു ആണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലൈസ ഫീകും അല്ലദീ അജാറഹു മിനശ് ശൈത്താനി അലാ ലിസാനി നബിയിക്കും, നിങ്ങളെ കൂട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ ശൈത്താന് തൊടാത്ത, ശൈത്താന് ശല്യം ചെയ്യാത്ത, ശൈത്താനിന് പോലും പേടിയുള്ള മഹാന് നിങ്ങളെ കൂട്ടത്തിലില്ലയോ? ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചതാണ്. അലൈസ ഫീകും അല്ലദീ അജാറഹുല്ലാഹു മിനശ് ശൈത്താനി അലാ ലിസാനി നബിയിക്കും, നിങ്ങളെ നബിന്റെ നാവിലൂടെ ശൈത്താന് തൊടാത്ത, ശൈത്താന് മാറി നിൽക്കുന്ന വലിയൊരു മഹാന് നിങ്ങളെ കൂട്ടത്തിലില്ലയോ? ആരെ പറ്റിയാണ് ഈ പറഞ്ഞത് എന്നറിയുമോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരു സാധാരണ മഹാനല്ലല്ലോ. അതുപോലെ വലിയൊരു മഹാനാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ സഹോദരന്മാരെ, ഇവരെ പേടിയാണ് ശൈത്താനിന്. ശൈത്താൻ അങ്ങോട്ട് അടുക്കൂല. ആ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു മഹാനല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവോട് നബി തങ്ങൾ നേരിട്ട് പറഞ്ഞതല്ലേ അത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോ നല്ല സംസാരം കേൾക്കുന്നുണ്ട്. സംസാരം ആരെന്നറിയോ? 9 ഭാര്യമാരും ഒരുമിച്ച് കൂടി സംസാരിക്കാം. ചില ആൾക്കാരുടെ നമ്മുടെ കൂട്ടത്തില് ആ സ്വഭാവം മാറ്റണം. സ്വന്തം ഭാര്യനോട് വർത്താനം പറയില്ല. പുറത്ത് ഏതെങ്കിലും ഒരു പെണ്ണിറങ്ങാനും വിളിച്ചാൽ സുബ്ഹാനല്ലാഹ് അവർക്ക് മണിക്കൂർ തേച്ചതെങ്കിൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനത്തെ കൂട്ടത്തിൽ ഇവിടെ പാടില്ല. സ്വന്തം ഭാര്യനോട് ഇത് സംസാരിക്കണം, അവരെ കൂടെ കിടന്ന് സംസാരിക്കണം, അവരോട് സംസാരിക്കാൻ നേരം കാണണം. അത് സ്നേഹത്തിന്റെ ഒരു അടയാളമാണ്. ഇത് അവർ ചോദിക്കുമ്പോ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, അവിടെ കഴിഞ്ഞു. ഒന്നുകിൽ അതെ അല്ലെങ്കിൽ അല്ല, വേറെന്തെങ്കിലും, വേറൊന്നുമില്ല. ഇനി അഥവാ ഒന്ന് ഫോൺ വിളിച്ചാലും എന്തെങ്കിലും 2 മിനിറ്റ് നല്ല വിശേഷങ്ങൾ ചോദിക്കും, മക്കളെ ഹാല് ചോദിക്കുക. അവർക്ക് ഓരോരുത്തർ എന്താണ് ഓരോ വിഷയം ചോദിക്കും. ഈ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. ഇത് ചോദിച്ചതിന് മാത്രം ഉത്തരം. നിങ്ങളെവിടെ? ആ ഞാനിവിടെ. ഭക്ഷണം കഴിച്ചോ? ആ. വെള്ളം കുടിച്ചോ? ആ. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ആ. ഇതൊക്കെ ആ ഈ അതിൽ കഴിയാ ചോദിക്കണം. നല്ല രൂപത്തിൽ ചോദിക്കണ്ടേ, നല്ല വിശേഷങ്ങളൊക്കെ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു സ്ഥലത്തൊരു വീട്ടിലുണ്ട് കുറച്ചു നേരം എന്ന് അറിഞ്ഞാൽ 9 ഭാര്യമാരും അങ്ങോട്ട് വരും. എന്നിട്ട് അവർ വട്ടം കൂടി ഇരിക്കും, തങ്ങളെ വട്ടം ചുറ്റും ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടുവിലിരിക്കും. എല്ലാവരും വർത്തമാനം പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കും. എന്തെങ്കിലും സംസാരത്തിന്റെ റൂട്ട് തെറ്റിയാൽ അപ്പത്തങ്ങൾ നിയന്ത്രിക്കും. അങ്ങനെ വേണ്ടാന്ന് പറയും, അങ്ങനെ വേണ്ടാന്ന് പറയും. അതപ്പ നിയന്ത്രിക്കും, ക്ലിയർ ആക്കും. തുടക്കത്തിൽ തന്നെ അത് ഇല്ലാതാക്കും.
അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഒരു 3 ആളായ എന്തോ വെച്ച ഉണ്ടാകും. ഇത് 9 ആളില്ലേ, 9 ആളിങ്ങനെ സംസാരിക്കുമ്പോ കൂട്ടത്തിൽ നമ്മുടെ ഉമ്മമാരിൽപ്പെട്ടൊരു ഉമ്മ എന്തോ ഒരു ആവശ്യത്തിന് ഇങ്ങനെ എണീറ്റപ്പോ ഉമർ റളിയല്ലാഹു വരുന്നത് കണ്ടു. അപ്പൊ ബാക്കിയുള്ളവരോട് പറഞ്ഞു ഉമർ റളിയല്ലാഹു വരുന്നുണ്ട്. ബാക്കിയുള്ളവരോട് പറഞ്ഞു ഉമർ റളിയല്ലാഹു വരുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരോട് 9 പേര് എണീറ്റ് ഉള്ളിലേക്ക് പോയി. ഉമർ റളിയല്ലാഹു കയറി വന്നു, സമ്മതം ചോദിച്ചു, സലാം പറഞ്ഞു. നേരെ കയറി ചോദിച്ചു, നബിയെ ഞാൻ വരുമ്പോ ചെറിയൊരു ഒച്ചപ്പാടൊക്കെ കിട്ടിയിരുന്നല്ലോ, സംസാരിക്കുന്നൊരു ഒച്ചപ്പാട്. അതാരുമല്ല, അത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ കൂടിയിരുന്ന് എല്ലാവരും കൂടിയിരുന്ന് സംസാരിച്ചതാണ്. ഇപ്പൊ പിന്നെന്താ ഒരു സംസാരം നിർത്തി അങ്ങോട്ട് പോയത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ നമ്മളെ ഉമ്മമാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഉമ്മ ഉള്ളിൽ നിന്ന് മറുപടി പറഞ്ഞു, ഉമറെ നിങ്ങളെ ഞങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾ വരുന്നുണ്ട് എന്ന് കണ്ടപ്പോ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞപ്പോ ഞങ്ങൾ ഉള്ളിലേക്ക് മാറിയതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു, അത്തഹബുനനി, എന്നെയാണോ നിങ്ങൾ പേടിക്കേണ്ടത്? എന്നെയാണ് നിങ്ങൾ ബഹുമാനിക്കേണ്ടത്? നിങ്ങൾ ബഹുമാനിക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളല്ലേ? അപ്പോൾ ഉമ്മമാരെ കൂട്ടത്ത് ഉമ്മ പറഞ്ഞു, അല്ലല്ല നിങ്ങളെ അമ്മക്ക് പേടിയാണ്, നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ ആയത്തിറങ്ങും, പിന്നെ അങ്ങോട്ടും പോകാൻ പറ്റൂല ഇങ്ങോട്ടും പോകാൻ പറ്റൂല. ഞങ്ങളെ കൂട്ടത്തിൽ ഒരു ബീവി പുറത്തേക്ക് രാത്രി പോകുമ്പോഴല്ലേ, ഹഫ്സ ബീവി റളിയല്ലാഹു സഫിയ ബീവി റളിയല്ലാഹു അൻഹ രാത്രി കൂരാകൂരിട്ടില് പുറത്തേക്കിങ്ങനെ പോകുമ്പോ ഒരു വൈക്ക് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. ആരും കാണാത്ത നേരം, നമ്മുടെ നാട്ടിൽ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ അവിടെ അന്നത്തെ കാലത്ത്. ഇങ്ങനെ പുറത്തേക്ക് വെളിക്കിരിക്കാൻ പോവുകയാണ്, മറക്കിരിക്കാൻ. അന്ന് വീട്ടിനോട് ചേർന്നുള്ള സൗകര്യങ്ങളൊന്നും വന്നിട്ടില്ല, മുമ്പാണ്. അങ്ങനെ ഒരു കാടൻ പ്രദേശത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. പുറത്തേക്ക് പോവാല്ലേ എന്ന് ചോദിച്ചു. തിരിച്ചു വന്നിട്ട് ആ ബീവി പറഞ്ഞു, നബിയെ ഈ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ട് അങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്തൊരു സ്വീപ്പന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഴപ്പമാക്കണ്ട, നിങ്ങളെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ പുറത്തിറങ്ങിക്കോളെ, അനുവാദമുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു പേടിക്കണ്ടെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു കാണുമ്പോഴല്ലേ വീട്ടിൽ പലരും യഥേഷ്ടം ഇങ്ങനെ മുത്തുനബി തങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കയറി വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ എല്ലാവരും അങ്ങോട്ട് കയറിപ്പോയാൽ ശരിയാകൂല, അതിനൊരു നിയന്ത്രണം വേണം. അപ്പോഴേക്ക് അല്ലാഹു ആയത്തിറക്കി, വൈദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് വല്ല ആവശ്യങ്ങളും ചോദിച്ച് ചെല്ലുകയാണെങ്കിൽ മറയുടെ അപ്പുറത്ത് നിന്ന് ചോദിക്കണം, വിരിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കരുത്. എത്ര പെട്ടെന്നാ നോക്ക് നിങ്ങൾ. അപ്പൊ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പറഞ്ഞു, നിങ്ങളെ അമ്മക്ക് പേടി തന്നെയാണ്, അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഇങ്ങനെ ഹീറ്റാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമറേ നിങ്ങൾ വിഷമിക്കേണ്ട, അത് അള്ളാഹു നിങ്ങൾക്ക് തന്നൊരു ബഹുമാനമാണ്.